നമുക്കറിയാം ലിമിറ്റ് എന്ന് പറയുമ്പോൾ റിയൽ ഫംഗ്ഷനിൽ ടു സൈഡഡ് ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് അറ്റ് എക്സ്റ്റെൻസ് ടു എ, ലെഫ്റ്റ് സൈഡിൽ എയുടെ ചെറിയ വാല്യൂസ്, കുറഞ്ഞ വാല്യൂസ് എയിലേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്റ്റെൻസ് ടു എ മൈനസ്, ആൻഡ് റൈറ്റിൽ നിന്ന് വലിയ വാല്യൂസ് ചെറുതായി എയിലേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻസ് ടു എ പ്ലസ്. ലിമിറ്റ് എന്താ പറയുന്നത്? ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഗ്രാഫ് ആണെങ്കിൽ 0ൽ എക്സ് ഈക്വൽ ടു 0, then 1ൽ 1, -1ൽ 1, അതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്ന് ചേർച്ച സിമെട്രിക് ആണ്. ഇവിടെ കിട്ടുന്ന വാല്യൂ എക്സിന്റെ സ്ക്വയർ തന്നെയാണ് ഇവിടെ കിട്ടുന്ന കറസ്പോണ്ടിങ് പോസിറ്റീവ് എക്സിന്റെ സ്ക്വയർ, ആൻഡ് -1 1 1 1 ഇങ്ങനെ പോകും. Then what is the limit of, ഇവിടെ നമ്മുടെ ചോദ്യം ഇതാന്നിരിക്കട്ടെ, what is the limit of x tends to 2 f of x? Then x tends to 2 f of x എന്ന് പറയുമ്പോൾ ഇവിടെ 2ലും ആ 2ന് വാല്യൂ ഇവിടെ 4 എന്നിരിക്കട്ടെ, 4 ആണ്. It is 2 4. എന്ന് നമ്മൾ ആലോചിക്കും, ഇത് ലെഫ്റ്റിൽ നിന്ന് 2ലേക്ക് ഇവിടെ വഴി എടുത്താൽ എന്താണ് വാല്യൂ, അതുപോലെ റൈറ്റിൽ നിന്ന് എടുത്താൽ എന്താണ് വാല്യൂ. ലെഫ്റ്റിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ്സിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് ഇവിടെ ലെഫ്റ്റിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങോട്ട് മനസ്സിലായി. റൈറ്റിൽ നിന്ന് പറയുമ്പോൾ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണ് ഇമേജസ്. ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്, ഇതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് നമ്മൾ ലെഫ്റ്റിൽ നോക്കിയാലും ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, അതും 4 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് 4 ആണ്. ഓക്കെ, then we say that the two sided limits are equal. ഇതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x equal to L എന്ന് പറഞ്ഞാൽ അർത്ഥം values f of x can be made as close as we like to L. Okay, by taking values of x sufficiently close to A. But not equal to A. എയിലേക്ക് അടുക്കുന്നേ ഉള്ളൂ, എ ആകുന്നില്ല. അതിനെയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ പറയുന്നത്. വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ആസ് ക്ലോസ് ആസ് വി ലൈക്ക് ടു, നമ്മൾ എന്താണോ എത്രയാണോ ഇതിലേക്ക് like to L. The values of f of x can be made as close as we like to L by taking values of x sufficiently close to A. So A like എടുക്കുന്നു, f of x 3 ലേക്ക് എടുക്കുന്നു, which is limit of f of x as the x approaches A is L എന്ന് നമ്മൾ പറയും. Okay. Then what is two-sided limits? One-sided limit and two-sided limit. Consider the function f of x equal to modulus x by x. What is it? Modulus x by x. We know that if x is positive, x is greater than 0, then it is modulus x is x and x is positive x. Okay, therefore x by x, that is 1. And if x is less than 0, modulus x is minus x. Okay, and x is, for example, if x is equal to -3, what is f of 3 here? Modulus -3 by -3.
താഴെ ആ കറക്റ്റ് നമ്പർ തന്നെയാണ്. അപ്പോൾ മോഡുലസ് മൈനസ് 3 is 3 by minus 3 which is minus 1. Modulus x by x ഫംഗ്ഷൻ ഇങ്ങനെയാണ്. minus 1 if x less than 0 and 1 if x greater than 0. Then ചോദ്യം ഇതാണ്. What is limit x tends to 0 minus f of x? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ലിമിറ്റ് x tends to 0 minus f of x എന്ന് പറയുന്നത് ഗ്രാഫിക്കലായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കിയാൽ 0യിൽ നമുക്ക് വാല്യൂ കിട്ടിയിട്ടില്ല, അപ്പോൾ അത് പോട്ടെ, അത് നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0, ഇങ്ങോട്ട് പോസിറ്റീവ് സൈഡിൽ എക്സിന്റെ വാല്യൂ എല്ലാം 1 ആണ്. പക്ഷെ അത് 0യ്ക്ക് വാല്യൂ ഇല്ല, ബാക്കി എല്ലാത്തിനും 1 കിട്ടുന്നു. ആൻഡ് നെഗറ്റീവ് സൈഡിൽ -1 ആണ്, അവിടെ 0യ്ക്ക് വാല്യൂ ഇല്ല, ബാക്കി എല്ലാം നെഗറ്റീവ് കിട്ടുന്നു. ഇതാണ് ഗ്രാഫ്. ലിമിറ്റ് x tends to 0 minus f of x എന്ന് പറയുമ്പോൾ ലിമിറ്റ് x tends to 0 minus f of x, that is here limit x tends to 0 minus modulus x by x. പിന്നെ 0യുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഫംഗ്ഷൻ വാല്യൂസ്, ഇത് ഡൊമൈനിലെ x വാല്യൂസ്, ഫംഗ്ഷൻ വാല്യൂസ് ഇവിടെയാണ്. ഫംഗ്ഷൻ വാല്യൂസ് മുഴുവൻ -1 ആണ്. therefore 0യിലേക്ക് അടുത്ത പോയിന്റ്സിന്റെ എല്ലാം range value that is -1, 0യ്ക്ക് നമുക്ക് ആവശ്യമില്ല. therefore limit x tends to 0 minus modulus x by x is equal to -1. And what is limit x tends to 0 plus f of x? What is limit x tends to 0 plus? Our function is modulus x by x, and 0 right side നിന്നാണ് x tends to 0 plus എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറസ്പോണ്ടിങ് റേഞ്ച് വാല്യൂ മുഴുവൻ ഇങ്ങോട്ട് 1 തന്നെയാണ്. therefore it is 1. ഇതാണ് വൺ സൈഡഡ് ലിമിറ്റ്സ്. ഓക്കെ, വൺ സൈഡഡ് ലിമിറ്റ്സ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്, വൺ സൈഡഡ് ലിമിറ്റ്സ്. ദെൻ ടു സൈഡഡ് ലിമിറ്റ് എങ്ങനെയാണ് അതിൽ വരുന്നത്? അപ്പോൾ ഇവിടുത്തെ ടു സൈഡ് ലിമിറ്റ് പ്രശ്നമുണ്ട്, കാരണം ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു, കാരണം ലിമിറ്റ് എക്സ് 0 മൈനസ് എഫ് ഓഫ് എക്സ് -1 ആണ്, ലിമിറ്റ് എക്സ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ് 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു limit x tends to 0 plus f of x. Therefore limit x tends to 0 f of x does not exist. Okay, therefore limit x tends to 0 f of x does not exist. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യൽ കേസ് ഓഫ് ലിമിറ്റ്സ് ആലോചിക്കുകയാണ്, ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഉദാഹരണത്തിന് y is equal to 1 by x എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം, or f of x is equal to 1 by x. y is equal to 1 by x. y is equal to 1 by x വരുമ്പോൾ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒന്ന് ആലോചിക്കുക, x and 1 by x. ഇതിന്റെ പ്രശ്നം നമുക്കറിയാം, ഇത് 0യിൽ നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല, നോൺ സീറോസിലാണ് ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ when x is equal to -1, 1 by x is 1 by -1, that is -1. When x is minus 0.1, that is നമുക്ക് -1 കുറച്ച് 0യുടെ അടുത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. It is -0.1, then -1 by 10 അല്ലേ, 1 by -0.1 or 1 by -1 by 10, that is -10. കുറച്ചുകൂടെ 0യ്ക്ക് അടുത്ത് നോക്കിയാൽ that is -0.01, that is -1 by 100. therefore the reciprocal is -100. ഇങ്ങനെ വളരെ അടുത്തൊക്കെ നോക്കാം, എക്സെട്ര. ഇങ്ങനെ പോയിട്ട് 0യ്ക്ക് നമുക്ക് വാല്യൂ കിട്ടത്തില്ല. പിന്നെ നമുക്ക് 0 റൈറ്റിലേക്ക് പോയാൽ കറസ്പോണ്ടിങ് പോയതുപോലെ അടുത്തായിട്ട് നമ്മളിവിടെ വരച്ചത് 0.01 ആണ്. ഇത് 100, 0.1, then it is 10, 1, 1. 0യ്ക്ക് അടുത്തുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? Consider the graph of this function 1 by f, y is equal to 1 by x. Then it is
ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് 1 ഇവിടെ കൊടുക്കാം, -1 ആയിക്കോട്ടെ. 1ന് കറസ്പോണ്ടിങ് 1 ആണ് വാല്യൂ, -1ന് -1 ആണ് വാല്യൂ. 1ന്റെ -1ന്റെ മാർക്ക് ചെയ്തു. ഇനി ഇതിന് നമ്മൾ 0ക്ക് അടുത്തേക്ക് നോക്കിയുള്ളൂ. 0ക്ക് അടുത്തേക്ക് പോയാൽ then for opposite side ആണ് 0.1 കുറച്ചേറെ ഇങ്ങോട്ട് വരും. then it is ഇങ്ങനെ പോയിട്ട് 10 0.01 it is 100 ഒരുപാട് മുകളിലോട്ട് പോകും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ 2 നോക്കാം. 2ൽ നോക്കുമ്പോൾ നമ്മൾ എഴുതിയില്ല. 2 ഇവിടെ എഴുതിയാൽ reciprocal of 2 that is 1/2 which is 0.5 1/2 നേരെ പകുതി ഇവിടെ. ഇതാണ് 2. അങ്ങനെ ഇങ്ങോട്ട് 3 4 5ന് താഴോട്ട് വരുന്നുണ്ട്. നമുക്ക് പക്ഷേ വേണ്ടുന്നത് ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 0യുടെ അടുത്തേക്ക് പോകുന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇത് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ട് എക്സ് ആക്സിലോ അടുക്കുന്നത് പോലെ തോന്നാം. സിമിലർലി -1 കിട്ടിയതുപോലെ ഇവിടെ -0.1 ഇറ്റ് ഈസ് -10 ഇങ്ങോട്ട് -10 വരും. ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നതായിട്ട് വരും. -10 then -100 and so on. ഇവിടെ -2ന് is -1/2 ഇങ്ങനെ. ചുരുക്കത്തിൽ ഇതിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഇവിടെ രേഖയില്ല, ഇവിടെ ഗ്യാപ്പ് ഈ പേജിന്റെ വന്നതാണ്. ഇങ്ങനെ ഇതാണ് 1/xന്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെ 0യിലേക്ക് അടുക്കുമ്പോൾ ഈ സാധനം 0 ഈ ഇങ്ങനെ മുകളിലേക്ക് വളരെ വലിയ ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നതാണ്. കാരണം ഇവിടെ ഇപ്പൊ 0.001 എടുത്തിരുന്നെങ്കിൽ ഇറ്റ് ഈസ് 1/x ഈസ് 1000. 0.0000 അങ്ങനെ എടുക്കാം, ലാർജ് ക്വാണ്ടിറ്റി. സിമിലർലി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1/x എന്താന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 0 പ്ലസ് റൈറ്റ് സൈഡിൽ നിന്ന് 0യിലേക്ക് എടുക്കുമ്പോൾ ഇത് വളരെ ലാർജ് ആയിട്ട് മാറുന്നു. പക്ഷേ y ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയാം. സിമിലർലി ഈ സൈഡ് നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് 1/x ഈസ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാം. അവിടെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ആസ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇൻഫിനിറ്റിയിൽ ഇത് തമ്മിൽ പാരലലും അല്ല. ഈ പറയുന്ന കർവ് ഇതിനോട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഡിസ്റ്റൻസ് ചെറുതായി വരുന്നു. പക്ഷെ ടച്ച് ചെയ്യുന്നുണ്ടോ ചോദിച്ചില്ല. പക്ഷെ ഇൻഫിനിറ്റിയിൽ എവിടെയോ ടച്ച് ചെയ്യും. അതുകൊണ്ട് this y-axis is called asymptote of this function. That y-axis that is a vertical asymptote. വേറെ ലൈൻ y-axis പാരലൽ ആയിട്ട് വരുമ്പോഴും കർവ് അതിനോട് some y is equal to L. അപ്പോഴും കർവ് ഇങ്ങനെ as tends to a, this y is equal to L നോട് ചേർന്ന് ഇൻഫിനിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ that y is equal to L is also a vertical asymptote. Here y-axis is the vertical asymptote. Here y അല്ല, x is equal to L. x is equal to L നോട് ചേർന്ന് കിടക്കുക കർവ് കിടക്കുകയാണെങ്കിൽ as extends to a, x is equal to L നോട് ചേർന്ന് കിടക്കുകയാണെങ്കിലും അത് vertical asymptote ആണ് വരുന്നത്. Here 1/x ന്റെ vertical asymptote ആണ് y-axis. Okay, y-axis. Here y-axis is the vertical asymptote of y is equal to 1/x. Okay, vertical asymptote. എന്താണ് ഇൻഫിനിറ്റ് ലിമിറ്റ്? ഇൻഫിനിറ്റ് ലിമിറ്റ് എന്താ ചോദിച്ചാൽ ഇതുപോലെ ഒരു പോയിന്റിലേക്ക് ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ എക്സ് വാല്യൂ ക്ലോസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോവുകയാണെങ്കിൽ ദാറ്റ് ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റ് ലിമിറ്റ്. ഓക്കെ, ഫോർമലായിട്ട് നമുക്ക് വേണം ഒരു ഡെഫിനിഷൻ എഴുതിയാൽ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് the values of f of x
increase indefinitely as x approaches a from the right or left. Then we write limit x tends to a plus f of x equal to plus infinity, or limit x tends to a minus f of x equal to plus infinity. So x tends to left and right and infinity and limit അത് increases in the area. It approaches say from right or left, f of x increases indefinitely. And ഇതുപോലെ as x approaches a from the right or left, if f of x decreases indefinitely, that is if limit x tends to a minus f of x and limit x tends to a minus f of x is equal to minus infinity, or limit x tends to a minus f of x tends to a plus f of x is equal to minus infinity. The other case is minus infinity, infinite limit. That is infinite limit. Okay. So then we say that it has infinite limit. അപ്പോൾ അവിടെ വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും പ്ലസ് ഇൻഫിനിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു തന്നെയാണ് അർത്ഥം. ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണും. Therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റി തന്നെ പറയാം. അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. In this case, രണ്ടും ഇങ്ങനെ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും മൈനസ് ഇൻഫിനിറ്റി കിട്ടിയാൽ there also limit exists, and limit x tends to a f of x is minus infinity. Okay, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, y ആക്സിസ് മാത്രമേ കിട്ടൂ എന്നല്ല. ഉദാഹരണത്തിന് f of x is equal to 1 by x minus a. What is the graph? 1 by x, 1 by x minus 0. ആലോചിച്ച് നോക്കിയാൽ ഇതിന്റെ ഗ്രാഫ് കിട്ടുന്നത് x is equal to a ക്ക് വെച്ചായിരിക്കും. ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. x is equal to a. And for this x is equal to a, we can see that the graph is as x tends to a plus നേരത്തെ ചെയ്തതുപോലെ 1 by x ചെയ്തതുപോലെ ഇങ്ങനെ വരും. And x tends to a minus ഗ്രാഫ് കണ്ട് ഇവിടുന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ലിമിറ്റിംഗ് കേസ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് പ്ലസ് റൈറ്റിൽ നിന്ന് a plus f of x is, or limit x tends to a plus 1 by x minus a നോക്കിയാൽ plus ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ്. What is limit x tends to a minus f of x? Limit x tends to a minus f of x നോക്കിയാൽ ഇതിങ്ങനെ വന്നിട്ടാണ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക്. കാരണം ഇൻഫിനിറ്റി വാല്യൂസ് ഇവിടെയാണ്, y ആക്സിസിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. y ആക്സിസ് ഓക്കെ, ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകും, ടച്ച് ചെയ്യത്തില്ല. പക്ഷേ ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആയിട്ട് വരും, അടുത്തടുത്ത് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഡിഫറെന്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഓരോ സൈഡിൽ അതിന് ലിമിറ്റ് ഉണ്ട്. ആൻഡ് ദിസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. is a vertical asymptote of this function
f of x is equal to 1 by x minus. General case ഈ പറഞ്ഞല്ലോ. അപ്പം 1 by x minus the whole square ആയാലോ. f of x is equal to 1 by x minus the whole square. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഈ 1 by x minus ക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് നെഗറ്റീവ് സൈഡിലും കിട്ടുന്നത്. Therefore the graph is corresponding to x is equal to a ഒരു കുറച്ചുകൂടെ സ്പീഡിൽ ഇത് ചെറുതാകും, അതുപോലെ വലുതാകും. കാരണം എന്താ, 1 by x minus the whole square ആണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് 1 കിട്ടുന്നിടത്ത് 1, ഓക്കെ, 2 കിട്ടുന്നിടത്ത് പെട്ടെന്ന് 1 by 2 square 1 by 4 ആകുന്നേ ഉള്ളൂ. ഇവിടെ സ്പീഡിൽ അത് എടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഗ്രാഫ് കുറച്ചുകൂടെ അടുത്തിങ്ങനെ ക്ലോസ് ആയിട്ട് കാണാം, വളരെ ക്ലോസ് ആയിട്ട്. ഇവിടെ വന്ന ആ ഒരു ഗ്യാപ്പ് പെട്ടെന്ന് ഇവിടെ അടുത്ത് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഗ്രാഫിന് വ്യത്യാസം, 1 by x minus നേരത്തെ നെഗറ്റീവ് കിട്ടും, പക്ഷെ 1 by x minus ഹോൾ സ്ക്വയർ നെഗറ്റീവ് കിട്ടില്ല. അതുകൊണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത് അതുപോലെ സിമ്മട്രിക് ആയിട്ട് ഇത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 1 by x സ്ക്വയറിന് കിട്ടുന്നത്, നമ്മൾ നേരത്തെ 1 by x അല്ലേ വരച്ചത്, 1 by x സ്ക്വയറിന് കിട്ടുന്നത് നോക്കിയാൽ മതി. 1 by x സ്ക്വയറിന് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1 by x പറഞ്ഞപ്പോൾ ഇവിടെയും കിട്ടി, 1 by x സ്ക്വയർ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പറയാം, ഇവിടെയും കിട്ടി y is equal to 1 by x. പക്ഷെ 1 by x സ്ക്വയർ കണ്ടിന്റെ മേളിൽ ഇങ്ങനെ ഇരുന്ന് സിമ്മട്രിക് ആയിട്ട് x ടച്ച് ചെയ്യത്തില്ല, ശ്രദ്ധിച്ചോ, y is equal to 1 by x square. Similarly, f of x is equal to minus 1 by x minus a യും minus 1 by x minus a whole square ഒക്കെ ആലോചിക്കാം. അതിന്റെ സിമ്മട്രി അനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്ന് മാത്രമേ. ഓക്കെ, ഇതുപോലെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് ലിമിറ്റ് ആവുന്നത്. അപ്പൊ ഇനി അതിനെ ഈ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കി, നമുക്കൊരു ഗ്രാഫ് സംഗതിയുടെ ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെയാണ്. ഇങ്ങനെ ഇവിടുന്ന് വന്നിട്ട് പിന്നെ അത് ഇവിടെ എത്തിയതിന് ശേഷം ഇങ്ങനെ പോവാണ്. പക്ഷെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ ഇൻക്രീസ് പിന്നെ വളരെ വലുതല്ല. ചുരുക്കത്തിൽ ഇവിടെ ഒരു എൽ എടുത്തു കഴിഞ്ഞാൽ ലൈൻ x y is equal to y is equal to L. ഇതിനെ ടച്ച് ചെയ്യാൻ പോകുന്ന പോലെ തോന്നാം. ഇത് എവിടെയാ ടച്ച് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സിലല്ലേ ലിമിറ്റ് എക്സ് ക്ലോസ് എടുക്കുന്നത്. അപ്പം as x tends to infinity, here as x tends to infinity, if it is f of x, we can see that f of x ഈ L വാല്യൂ സ്വീകരിക്കാൻ പോകുന്ന പോലെ തോന്നും. That is f of x tends to L. ഓക്കെ, ഓർ അതിന്റെ തിരിച്ചുള്ളൊരു ഭാഗമില്ല വെച്ചാൽ ഇങ്ങനെയാണല്ലോ, ഇത് ഇങ്ങനെ പോവാണ്. ചുരുക്കത്തിൽ ഇവിടെ ഒരു നമ്മളാ പറഞ്ഞ എൽ പോയിന്റ്, ഇവിടെ എന്താ സംഭവിച്ചത്, ആസ് x tends to minus infinity, f of x tends to L. ഇവിടെ x tends to infinity, x tends to minus infinity. We get a finite limit. Okay. This is called limit at infinity. മറ്റേത് ഇൻഫിനിറ്റ് ലിമിറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ കണ്ടത് ഇൻഫിനിറ്റ് ലിമിറ്റ് ആയിരുന്നു. സീറോയിലൊക്കെ ഇവിടെ കണ്ട് ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ്. ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഇറ്റ് ഈസ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അതിന്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് limit x tends to infinity, f of x is equal to L. If limit x tends to infinity plus infinity, f of x is equal to L. അതാണ് ആദ്യം കിട്ടിയ ഫിഗർ, ഇത് ആദ്യത്തെ ഫിഗർ. ഓർ രണ്ടാമത് കിട്ടിയ ഫിഗർ, ലിമിറ്റ്
x tends to minus infinity, f of x is equal to L, then this L is, y is equal to L is a horizontal asymptote of the function. Horizontal asymptote. Okay, horizontal asymptote of the function. അപ്പോൾ എന്താണ് ഫോർമൽ ഡെഫിനിഷൻ ഹൊറിസോണൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ a line y is equal to L is called a horizontal asymptote of the graph of a function f if limit x tends to plus infinity f of x is equal to L or limit x tends to minus infinity f of x is equal to L. Okay. For example, consider f of x is equal to 3x plus 1 by x. And what is limit x tends to infinity f of x and limit x tends to minus infinity f of x. Okay. Here വേണമെങ്കിൽ f of x x by x ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കും, മുകളിൽ താഴെ ഇൻഫിനിറ്റി കിട്ടും. ഇവിടെ നമുക്കതൊന്ന് ബ്രേക്ക് ചെയ്യാൻ f of x is equal to 3x plus 1 by x നെയും 3x by x, that is ഇങ്ങനെ നമുക്ക് എഴുതാം 3x by x plus 1 by x, that is 3 plus 1 by x എന്ന് എഴുതാം. മുകളിലും താഴെ ഒരുമിച്ച് ഇൻഫിനിറ്റി വരുന്ന ഒഴിവാകും. Therefore, what is limit x tends to plus infinity f of x? That is limit x tends to plus infinity. The function now become 3 plus 1 by x. Limit x tends to infinity 3 is 3 constant, plus limit x tends to infinity 1 by x is 0. Therefore it is 3. Therefore x is equal to 3 is a horizontal asymptote. It's a horizontal asymptote of f of x is equal to 3x plus 1 by x. Similarly, limit x tends to minus infinity f of x. And limit x tends to minus infinity f of x is limit x tends to minus infinity 3 plus 1 by x. Then also limit x tends to minus infinity is 3 and limit x tends to minus infinity. Infinity 1 by x tends to 0 ആണെന്നറിയാം. So it is 3. 3x is equal to 3 is a horizontal asymptote of f of x. Okay. ഇനി ഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഗ്രാഫ് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചാൽ consider 1, 2, 3 ഈ ലൈൻ വെച്ചുകൊണ്ട് നോക്കാം. എൻ്റെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയായിരിക്കും എൻ്റെ ഗ്രാഫ് 3 plus 1 by x. 1 by x പ്ലസ് 3 വന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇത് ഇങ്ങനെ എക്സ്റ്റൻസ് ഇങ്ങനെ വയ്ക്കും. ഏതായാലും മതി. ലിമിറ്റ് x tends to plus infinity f of x is equal to 3 or limit x tends to minus infinity f of x is equal to 3. Therefore, x is equal to 3 is a horizontal asymptote of the function. ഇനിയും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫിനിറ്റ് ലിമിറ്റ്
ഇൻഫിനിറ്റ് ലിമിറ്റ് എന്തായിരുന്നു? ഒരു ഫൈനൈറ്റ് പോയിന്റിൽ എയിൽ എക്സ് ലിമിറ്റ് എടുക്കുമ്പോൾ എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അടുത്തത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കണ്ട സാഹചര്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് is some finite quantity L, or limit extends to minus infinity. അതിന് പിന്നെ രണ്ട് സൈഡില്ല കേട്ടോ, പ്ലസ് ഇൻഫിനിറ്റിക്ക് രണ്ട് സൈഡില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്, അത് ലെഫ്റ്റിൽ എക്സ്ട്രീം. എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി മീൻസ് ഇങ്ങോട്ട് പോകും, എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ഇങ്ങോട്ട് പോകും എക്സിന്റെ വാല്യൂസ്. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൽ, ഇതാണ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇനി മറ്റൊരു കേസ് ഉണ്ട്, ഇൻഫിനിറ്റി ലിമിറ്റ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ ഇൻഫിനിറ്റ് ലിമിറ്റ് കിട്ടാം. ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അതേതാ സാഹചര്യം നോക്കിയാൽ ഇൻസ്റ്റെഡ് ഓഫ് ദ ഗ്രാഫ് ഓഫ് y is equal to x cube, of x is equal to x cube, then 0 0 1 1, പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2ന് 8 ആണ്, വളരെ വലിയൊരു 2 8. ഇങ്ങനെ 1/2 ചെറുതാ, 1/8 ആവും. ഓക്കെ, by 2 then it is 1/8. നെഗറ്റീവിൽ ഇതുപോലെ ശ്രദ്ധിച്ചോളാം. ചുരുക്കത്തിൽ ഇതിന്റെ ഗ്രാഫ് ഇടുന്നത് വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹയസ്റ്റ് പോകുന്നതായിട്ട് കാണാം. പിന്നെ നെഗറ്റീവ് വരുമ്പോഴത്തേക്കും അതിന്റെ സിമ്മട്രി ആലോചിക്കുക, ഇതുപോലെ പോകുന്നതായിട്ട് കാണാം. That is at when limit extends to infinity, limit extends to plus infinity, what about x cube? That tends to infinity, ഇൻഫിനിറ്റിയിലേക്ക് പോവുക. ഇതാണ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഇവിടെ അറ്റ് ഇൻഫിനിറ്റിയിലെ ലിമിറ്റ് we get the value infinity, it's infinite limit, limit infinity. അപ്പോൾ അങ്ങനെയും ഉണ്ടാകാം. ദാറ്റ് ഈസ് എപ്പോഴാണ് ഇൻഫിനിറ്റ് ലിമിറ്റ് കിട്ടുന്നത്? ഒരു കേസ് ഇതാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ദെൻ ഹിയർ ദ കേസ് ഇൻഫിനിറ്റ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ആൻഡ് ഇഫ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ ഈ കേസിൽ എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് മൈനസ് ഇൻഫിനിറ്റി. ഇവിടെയും ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി limit is infinity. Okay, ഇതാണ്